Welcome to Srinarayana Guru Open University degree classes. Here we are going to discuss the first unit of the first block from the paper Introduction to Mass Communication. നമ്മളുടെ ആദ്യത്തെ കോൺസെപ്റ്റ് കമ്മ്യൂണിക്കേഷൻ എന്താണ് എന്നുള്ളതാണ്. ഇവിടെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്രോസസ് of exchanging informations, ideas, emotions and message between individuals or group. എന്ന് വെച്ചാൽ ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിയും മറ്റൊരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനോ ഇടയിലുള്ള ഐഡിയകളുടെയോ അല്ലെങ്കിൽ ഇമോഷൻസിന്റെയോ ഒക്കെ ഒരു കൈമാറ്റത്തെയാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് വെർബൽ ആകാം, അല്ലെ, വാക്കുകൾ കൊണ്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആകാം, അല്ലെങ്കിൽ നോൺ വെർബൽ ആകാം, ഇത് റിട്ടൺ ഫോമിലുള്ളതായിരിക്കാം, അല്ലെങ്കിൽ അൺറിട്ടൺ അല്ലെങ്കിൽ വിഷ്വൽ ഫോമിലുള്ളതായിരിക്കാം. ഇതൊക്കെ ഇതിന്റെ പലതരത്തിലുള്ള ഫീച്ചേഴ്സ് നമുക്ക് കമ്മ്യൂണിക്കേഷനിൽ പറയാനായിട്ട് സാധിക്കും. സോ നമ്മൾ ഇനി നോക്കുന്നത് ഫീച്ചേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. കമ്മ്യൂണിക്കേഷന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് ഇസ് എ പ്രോസസ് ഓറിയന്റഡ് വൺ. അത് പ്രോസസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇറ്റ്സ് എ കണ്ടിന്യൂസ് ആൻഡ് ഡൈനാമിക് പ്രോസസ് ഇൻവോൾവിംഗ് എൻകോഡിംഗ്, ട്രാൻസ്മിറ്റിംഗ്, റിസീവിംഗ് ആൻഡ് ഡീകോഡിംഗ് മെസ്സേജസ്. ഇത് ഒരു വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് സംഭവിക്കുന്ന ഒരു പ്രോസസ്സാണ്. അവിടെ നടക്കുന്ന പ്രവൃത്തികൾ എന്ന് പറയുന്നത് വളരെ കണ്ടിന്യൂസ് ആയിട്ടും ഡൈനാമിക് ആയിട്ടും, അതുപോലെ അവിടെ ഐഡിയകളെ എൻകോഡ് ചെയ്യപ്പെടുകയും അത് മറ്റൊരാളിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്ന, അല്ലെങ്കിൽ ആ ഐഡിയ റിസീവ് ചെയ്യപ്പെടും, നമ്മൾ കൊടുക്കുന്ന ആശയം സ്വീകരിക്കുക കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു നൽകുന്ന പ്രവൃത്തിയും സ്വീകരിക്കുന്ന പ്രവൃത്തിയും അതിനെ ഡീകോഡ് ചെയ്യുന്ന പ്രവൃത്തിയും സംഭവിക്കുന്നത്. അപ്പൊ ഇത്രയും പ്രവൃത്തികൾ നടക്കുന്ന ഒരു പ്രോസസ്സാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ദെൻ ദ സെക്കൻഡ് ഫീച്ചർ ഈസ് ഇറ്റ് ഈസ് ഇന്ററാക്റ്റീവ്. അത് ഇന്ററാക്റ്റീവ് ആണ് എന്ന് വെച്ചാൽ കമ്മ്യൂണിക്കേഷൻ ഈസ് ഒബ്വിയസ്ലി അത് ഒരാൾ ഒറ്റയ്ക്കുള്ളപ്പോൾ നടക്കുന്നില്ല. അത് രണ്ട് പേർക്കിടയിൽ അല്ലെങ്കിൽ രണ്ട് ഗ്രൂപ്പുകൾക്കിടയിലോ ഒരു ഗ്രൂപ്പും ഒരു പേഴ്സണും ഇടയിലൊക്കെ സംഭവിക്കുന്ന ഒരു ഇന്ററാക്ഷൻ ആണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടും കൊടുത്തും സംഭവിക്കുന്ന ഒരു പ്രോസസ്സാണ്. സോ ഇറ്റ്സ് ഇന്ററാക്റ്റീവ്. ദെൻ ഈസ് പേർപ്പസ്ഫുൾ. ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഒരു ആശയം മറ്റൊരു ആളിലേക്ക് കൺവേ ചെയ്യുക എന്ന ഒരു പേർപ്പസോട് കൂടിയിട്ട് ഉള്ളതായിരിക്കണം. പിന്നീട് അതിന് വരുന്ന അഡീഷണൽ പേർപ്പസ് കുറെ ഉണ്ടായിരിക്കും. അപ്പൊ എന്തായാലും മിനിമം ഒരു ലക്ഷ്യം, ഒരു പേർപ്പസ് എന്തായാലും ഉണ്ടായിരിക്കും. അപ്പൊ അത് പേർപ്പസ്ഫുൾ ആണ്. ദെൻ ടു വേ. ഒരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു ടു വേ ആയിരിക്കും. ഒരാള് മറ്റൊരാളിലേക്ക്, അല്ലെങ്കിൽ രണ്ട് വ്യക്തികൾ അവിടെ ഉണ്ടായിരിക്കും. ദെൻ ഇത് കോണ്ടെക്സ്ച്വൽ ആണ്. ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അത് എല്ലായ്പ്പോഴും കോണ്ടെക്സ്ച്വൽ ആയിരിക്കും. അതായത് ഒരു കമ്മ്യൂണിക്കേഷന്റെ അല്ലെങ്കിൽ ഒരു മെസ്സേജിന്റെ മീനിങ് എന്ന് പറയുന്നത് എപ്പോഴും അത് കൾച്ചറൽ അല്ലെങ്കിൽ സോഷ്യൽ സിറ്റുവേഷണൽ കോണ്ടെക്സിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ആ ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന വ്യക്തികളുടെ കൾച്ചറലും അതുപോലെ തന്നെ അവരുടെ സോഷ്യോ സിറ്റുവേഷണൽ കോണ്ടെക്സ്റ്റിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്നത് എപ്പോഴും കോണ്ടെക്സ്ച്വൽ ആണ് എന്ന് പറയുന്നത്. ഇനി അതിന് തീർച്ചയായിട്ടും ഒരു സ്പെസിഫിക് മീഡിയം അത്യാവശ്യമാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന്. കമ്മ്യൂണിക്കേഷന് സ്പെസിഫിക് മീഡിയം ഈസ് ഇന്നവിറ്റബിൾ ഫോർ ദ കമ്മ്യൂണിക്കേഷൻ. അപ്പൊ ഇവിടെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വേരിയസ് മീഡിയം, അതായത് സ്പീച്ച്, സംസാരത്തിലൂടെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, റൈറ്റിംഗ്, നമ്മളൊരു ലെറ്റർ എഴുതിയിട്ട് അയക്കുന്നത്, അല്ലെങ്കിൽ വിഷ്വൽസിലൂടെ ഒരു വീഡിയോയിലൂടെ നമ്മൾ അല്ലെങ്കിൽ ഒരു ചിത്രത്തിലൂടെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെ നമ്മൾ വാട്സപ്പിൽ ഒരു മെസ്സേജ് അയക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഒരു മെയിൽ അയക്കുന്നത് ഒക്കെ നമുക്ക് ഈ കമ്മ്യൂണിക്കേഷന്റെ ഭാഗമായിട്ട്, അതായത് ഒരു പ്രത്യേക മീഡിയം ഇതിന് ആവശ്യമുണ്ട് എന്നുള്ളതൊരു മസ്റ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. ദെൻ നമ്മൾ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷന്റെ പ്രിൻസിപ്പിൾസ് അഥവാ തത്വങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് ക്ലാരിറ്റി. കമ്മ്യൂണിക്കേഷൻ നിർബന്ധമായിട്ടുള്ള ഒരു ഫീച്ചറാണ്. അതിന് ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. ബിക്കോസ് നമ്മൾ ഒരു ആശയം മറ്റൊരാളിലേക്ക് കൺവേ ചെയ്യുമ്പോൾ അത് ഇറ്റ് ഷുഡ് ബി നമ്മൾ ഒരു
വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു വേയിലൂടെ കൺവേ ചെയ്യപ്പെടണം. എങ്കിൽ മാത്രമേ അതിന്റെ ഉദ്ദേശ ലക്ഷ്യം പൂർത്തിയാവുകയുള്ളൂ. അത് കൺവേ ചെയ്യപ്പെടുന്നത് വളരെ ക്ലിയർ ആയിരിക്കണം. Then completeness, another feature or another principles of communication is completeness. നമ്മൾ എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്ന ആശയം അത് പൂർണ്ണമായിട്ടും നമ്മൾ നമ്മളുടെ രണ്ടാം കക്ഷിയിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. കംപ്ലീറ്റ് അല്ലാത്ത കമ്മ്യൂണിക്കേഷൻ നമ്മളെ മിസ്ലീഡ് ചെയ്യാൻ മാത്രമേ ഹെൽപ്പ് ചെയ്യുള്ളൂ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ടു അവോയ്ഡ് കൺഫ്യൂഷൻസ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് കംപ്ലീറ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആണ് ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ദെൻ കൺസിസ്റ്റൻസി മീൻസ് നമ്മളുടെ ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് കൺസിസ്റ്റന്റ് ആയിട്ട് ഇരിക്കണം. മെസ്സേജ് എന്ന് പറയുന്നത് അത് പ്രീവിയസ് കമ്മ്യൂണിക്കേഷന്റെയോ അല്ലെങ്കിൽ നമ്മൾ ആ ഒരു കോണ്ടെക്സ്റ്റുവലായിട്ട് എന്താണോ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ സിറ്റുവേഷനോട് നീതി പുലർത്തുന്ന കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒന്നായിരിക്കണം കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി മറ്റൊന്ന് കോൺഷ്യസ്നെസ് ആണ്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വളരെ കോൺഷ്യസ് ആയിട്ട് സംഭവിക്കേണ്ടതാണ്. അൺനെസസറി ഇൻഫർമേഷൻസിനെയൊക്കെ നമുക്ക് അവിടെ അവോയ്ഡ് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ വളരെ ഫോക്കസ്ഡ് ആയിട്ടാണ് കമ്മ്യൂണിക്കേഷൻ നടത്തേണ്ടത്. ദെൻ ദ നെക്സ്റ്റ് പ്രിൻസിപ്പിൾ ഇസ് ഫീഡ്ബാക്ക് ഓറിയന്റഡ്. കമ്മ്യൂണിക്കേഷൻ തീർച്ചയായിട്ടും നമ്മൾ ഒരു കാര്യം ഒരു വ്യക്തിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ഒരു ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. അത് നമ്മൾ അതിന്റെ റെസ്പോൺസസിനെ എൻകറേജ് ചെയ്തിരിക്കണം. ഈ റിസീവർക്ക് ഈ കാര്യം നമ്മൾ എന്താണോ കൺവേ ചെയ്യാൻ ഉദ്ദേശിച്ചത് ആ കൺവേ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യം ഈ റിസീവർ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ ഫീഡ്ബാക്ക് കിട്ടുമ്പോഴാണ്. താങ്കൾ ഇങ്ങോട്ട് വരൂ എന്ന് നമ്മൾ ഒരാളോട് പറയുമ്പോൾ ആ വ്യക്തി വരുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആയിട്ട് കംപ്ലീറ്റ് ആണ്, കൺസിസ്റ്റന്റ് ആണ്. അത് ആ രണ്ടാം കക്ഷിക്ക് അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ പറ്റി. അപ്പൊ അതിൽ നിന്ന് നമുക്ക് നമ്മുടെ കമ്മ്യൂണിക്കേഷന്റെ ക്ലാരിറ്റി എത്രത്തോളം ഉണ്ട്, അതിന്റെ കൺസിസ്റ്റൻസി എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. Then the sixth principles of communication is empathy. നമ്മൾ ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആ സിറ്റുവേഷനോട് അതിന്റെ പേഴ്സ്പെക്റ്റീവ്സിനോട് ഇമോഷൻസിനോട് അതുപോലെ ആ റിസീവറുടെ നീഡ്സിനോട് നമ്മൾ എംപതറ്റിക് ആയിരിക്കണം. നമുക്കത് മനസ്സിലാക്കാൻ ആയിട്ട് സാധിക്കണം. നമ്മളുടെ റിസീവർ, നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആ റിസീവർ അത് ചിലപ്പോൾ സ്റ്റുഡൻസ് ആയിരിക്കും. സ്റ്റുഡൻസ് ആണെങ്കിൽ ആ സ്റ്റുഡൻസിന്റെ നീഡ് ആയിരിക്കില്ല നമ്മൾ ഒരു ബസ് സ്റ്റാൻഡിൽ വെച്ച് കാണുന്ന ഒരു സ്ട്രേഞ്ചർക്ക്. അപ്പൊ നമ്മൾ ഏതാണോ സിറ്റുവേഷൻ അല്ലെങ്കിൽ വാട്ട്സ് ദ നീഡ്സ് ഓഫ് ദ പെർട്ടിക്കുലർ റിസീവർ അതിനനുസരിച്ച് വേണം നമ്മൾ അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. ഇനി മറ്റൊന്ന് റെലവൻസ് ആണ്. സോ വി ഷുഡ് എൻഷുർ ദ റെലവൻസ് ഓഫ് ദ മെസ്സേജ്. ആ ഒരു മെസ്സേജ് ആ സിറ്റുവേഷനിൽ റെലവെന്റ് ആണോ എന്ന് നോക്കിയിട്ട് വേണം നമ്മൾ അത് ഡെലിവർ ചെയ്യാനായിട്ട്. ഇനി ടൈംലിനെസ് ആണ് മറ്റൊരു റെലവൻസ് എന്ന് പറയുന്നത്. ടൈംലിനെസ് എന്ന് പറയുന്നത് ആ പെർട്ടിക്കുലർ മെസ്സേജ് നമ്മൾ ഡെലിവർ ചെയ്യുന്നത് റൈറ്റ് ടൈമിൽ ആയിരിക്കണം. അതായത് നമ്മളോട് ഒരു ക്വസ്റ്റ്യൻ ഒരാൾ ചോദിച്ചു, ആ ക്വസ്റ്റ്യന്റെ ആൻസർ നമ്മൾ കൃത്യസമയത്ത് നൽകിയില്ല, നമ്മളത് ഡിലേ ചെയ്തു പോയി. ഇനി ആ വ്യക്തി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ പറയുകയാണെങ്കിൽ അത് ഒട്ടും ടൈംലി ആയിരിക്കില്ല. ഒരു പക്ഷേ ഈ രണ്ടാമത്തെ ചോദ്യത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ രണ്ടാമത്തെ ചോദ്യത്തിന് കൊടുക്കേണ്ട നേരെ ഓപ്പോസിറ്റ് ആൻസർ ആയിരിക്കും ഒരുപക്ഷെ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത്. അപ്പോൾ ടൈംലിനെസ് എന്ന് പറയുന്നത് ഒരു മെസ്സേജിനെ റെലവെന്റ് ആക്കുന്ന ഒരു ഫാക്ട് ആണ്. ദാറ്റ്സ് വൈ ഈ പ്രിൻസിപ്പിൾസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് ടൈംലിനെസ് എന്ന് പറയുന്നത്. ഇനി മറ്റൊന്ന് അപ്രോപ്രിയേറ്റ്നെസ് ആണ്. അതായത് വളരെ അപ്രോപ്രിയേറ്റ് ആയിട്ട് ആണ് അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ലാംഗ്വേജ്, ടോണുകള്, നമ്മളുടെ സ്യൂട്ടബിൾ ചാനൽസ് നമ്മൾ സെലക്ട് ചെയ്തിട്ട് വേണം സംസാരിക്കുന്നതിനായിട്ട്. അപ്പോൾ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള രീതിയിൽ വേണം നമ്മൾ സംസാരിക്കാൻ. എന്ന് വെച്ചാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ഒരു പക്ഷേ എല്ലാ സിറ്റുവേഷനിലും നമുക്ക് ഒരേ ലാംഗ്വേജ് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇനി നമ്മൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് എല്ലായിടത്തും ഒന്ന് യൂസ് ചെയ്താൽ പോലും രണ്ട് പ്രത്യേക സിറ്റുവേഷൻസ് റിക്വയർ ചെയ്യുന്ന
ടോൺ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഡിഫറെന്റ് ഫ്രം വൺ സിറ്റുവേഷൻ ടു അനദർ വൺ. സോ ഇങ്ങനെയുള്ള കുറെ കണ്ടീഷൻസ് അപ്ലൈ ചെയ്താൽ മാത്രമേ നമുക്കൊരു ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ കൃത്യമായിട്ട് പോസിബിൾ ആവുകയുള്ളൂ. ദെൻ ആക്റ്റീവ് ലേണിംഗ് ആണ് മറ്റൊരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ആക്റ്റീവ് ലിസണിങ് ആണ് മറ്റൊരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ബിക്കോസ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ ഇസ് എ ടു വേ പ്രോസസ്, വി ഓൾറെഡി ഡിസ്കസ്ഡ് ഇറ്റ്. സോ നമ്മൾ ഈ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ദ സെക്കൻഡ് പാർട്ടി സംസാരിക്കുന്ന സമയത്ത് നമ്മൾ വളരെ നല്ല പേഷ്യന്റ് ആയിട്ട് അത് ലിസണിങ് ഉണ്ടായിരിക്കണം. അപ്പൊ ഒരു നല്ല കമ്മ്യൂണിക്കേഷൻ അവിടെ നടക്കണമെങ്കിൽ ഈ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്, മ്യൂച്വൽ റെസ്പെക്ട് ആൻഡ് മ്യൂച്വൽ ലിസണിങ് അത് കൃത്യമായി നടന്നെങ്കിൽ മാത്രമേ നല്ല രീതിയിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷന്റെ ഫീച്ചേഴ്സും അതുപോലെ കമ്മ്യൂണിക്കേഷന്റെ പ്രിൻസിപ്പിൾസ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇനി എന്താണ് കമ്മ്യൂണിക്കേഷന്റെ ഫംഗ്ഷൻ എന്ന് നമുക്ക് നോക്കാം. ഇതിന്റെ ഒന്നാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ടു ഇൻഫോം, മറ്റുള്ളവരെ ഇൻഫോം ചെയ്യുകയാണ്. നമ്മൾ ഒരാളോട് ഒരു മെസ്സേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ആ വ്യക്തിക്ക് ഒരു വിവരം നൽകുകയാണ്. അപ്പൊ അത് തീർച്ചയായിട്ടും കമ്മ്യൂണിക്കേഷന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്, അതിന്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ടു ഇൻഫോം, മറ്റൊരാളെ ഒരു ഇൻഫർമേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. ഇനി മറ്റൊന്ന് ടു മോട്ടിവേറ്റ്, ഒരാളെ മോട്ടിവേറ്റ് ചെയ്യുകയാണ്. നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് രീതിയിലായിരിക്കും ഒന്നെങ്കിൽ, അതല്ല എന്നുണ്ടെങ്കിൽ ചെയ്യാതിരിക്കാൻ പ്രേരിപ്പിക്കുന്നത്, അവരെ നമ്മളുടെ ആശയത്തോട് അടുപ്പിക്കുന്ന തരത്തിലുള്ള ഒന്നായിരിക്കും. അപ്പൊ അതുകൊണ്ട് രണ്ടാമത്തെ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ടു മോട്ടിവേറ്റ് ആണ്. ഇനി മറ്റൊന്നാണ് ടു പെർസ്വേഡ്, അതായത് നമുക്ക് ഒരു അണ്ടർടേക്കിംഗ്, നമ്മൾ അതായത് ഒരു മെസ്സേജ് നമ്മൾ ഒരാൾക്ക് അയാളിലേക്ക് കൺവേ ചെയ്യുന്ന സമയത്ത് ഇറ്റ് ഷുഡ് ബി പെർസ്വേഡ് ദ ഇമോഷൻസ് ഓർ ദ കണ്ടീഷൻ ഓഫ് ദ സെക്കൻഡ് പാർട്ടി ഓർ ദ റിസീവർ. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ പഠിക്കാനുള്ളത്. താങ്ക് യു.